ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2022-23 വർഷത്തിലെ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ പാസ് ഫ്രം ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. ഓക്കെ, നമുക്ക് എന്താണ് ഇവിടെ നൽകിയിട്ടുള്ളത്? യെസ്, ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്ന ചാപ്റ്ററിൽ ഒരു പാസേജാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് വായിച്ച് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. The boy did not know what the priest meant by saying, avoid large places, keep to small. He thought and thought while he was tying up his little bundle of clothes to go away. But he could not understand those words, and he was afraid to speak to the priest anymore, except to say goodbye. He left the temple very sorrowfully and began to wonder what he should do. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. So he was afraid to go home. All at once he remembered that at the next village, 12 miles away, there was a very big temple. He had heard there was several priests at that temple, and he made up his mind to go to them and ask them to take him for their accolade. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ച് നോക്കാം. വാട്ട് അഡ്വൈസ് ഡിഡ് ദ ഓൾഡ് പ്രീസ്റ്റ് ഗീവ് ദ ബോയ്? എന്ത് അഡ്വൈസാണ് ആ ബോയ്ക്ക് ആ ഓൾഡ് പ്രീസ്റ്റ് കൊടുത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പാസേജ് തന്നെ നൽകിയിട്ടുണ്ടല്ലേ. എന്താണ്? യെസ്, അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ അല്ലേ. ഓക്കെ, നമുക്ക് അത് സെൻറ്റൻസ് ഒക്കെ എങ്ങനെ എഴുതാം? The old priest advised the boy to avoid large places and keep to small places at night. എന്താണ് ആൻസർ? The old priest advised the boys to avoid large places and keep to small places at night. Okay, then second question നോക്കിയാലോ. Then second question, what was the boy afraid to go to his parents? എന്തുകൊണ്ടാണ് ആൺകുട്ടി അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് പോകാൻ ഭയപ്പെട്ടത്, പേടിച്ചത്? എന്തുകൊണ്ടാണ്? പാസേജിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. സോ നമുക്ക് എഴുതാം. നമുക്ക് ആൻസർ എഴുതാം. ദ ബോയ് വാസ് അഫ്രൈഡ് ഓഫ് ഹിസ് ഫാദർ ഹു വുഡ് പണിഷ് ഹിം ഫോർ ഹാവിംഗ് ബീൻ ഡിസൊബീഡിയൻറ്റ് ടു ദ പ്രീസ്റ്റ്. ദ ബോയ് വാസ് അഫ്രൈഡ് ടു ഹിസ് ഫാദർ ഹു വുഡ് പണിഷ് ഹിം ഫോർ ഹാവിംഗ് ബീൻ ഡിസൊബീഡിയൻറ്റ് ടു ദ പ്രീസ്റ്റ്. Okay, then third question, which sentence tell you that the boy was unhappy to leave the temple? Which sentence tell you? ഏത് വാചകമാണ് പറയുന്നത്? എന്താണ്? The boy was unhappy to leave the temple. അവനാ ടെമ്പിൾ വിടുന്നത് എങ്ങനെയാണ്? അൺഹാപ്പി ആയിട്ടാണ്, സന്തോഷമില്ലാത്തവരായിട്ടാണ്, അതായത് ദുഃഖിതനായിട്ടാണ് അവൻ ആ ടെമ്പിളിൽ നിന്ന് പോകുന്നത്. പറയുന്ന വാചകം ഏതാണ് കൂട്ടുകാരെ? യെസ്, he left the temple very sorrowfully. Sentence, yes, he left the temple very sorrowfully. Okay, then നമുക്ക് fourth question നോക്കിയാലോ. Okay, then fourth question, pick out a word from the passage that means refusing to obey rules. Refusing to obey rules എന്ന അർത്ഥം വരുന്ന വേർഡ് ഈ പാസേജിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എടുത്തെഴുതണം അല്ലേ. ഏതാണ് വേർഡ്? യെസ്, disobedient. Okay, then fifth question നോക്കാം. Why did the boy decide to go to the big temple in the next village? നെക്സ്റ്റ് വില്ലേജിലെ ആ ബിഗ് ടെമ്പിളിലേക്ക് പോകാൻ ആൺകുട്ടി തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് കൂട്ടുകാരി? പാസേജിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊരു സെൻറ്റൻസ് ആക്കി എഴുതിയാലോ. ഓക്കെ, the boy had heard that in the nearby temple there were many priests, so that he could continue to be an acolyte. The boy had heard that in the nearby temple there were many priests, so that he could continue to be an acolyte. കൂട്ടുകാരെ, ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇതൊക്കെ തന്നെയല്ലേ കൂട്ടുകാർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, then question 6 to 10, read the lines from the poem Taj Mahal and answer the question that follow. എന്താണ്? താജ്മഹൽ എന്ന പോം വായിച്ച് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, you knew Emperor of India Shah Jahan, the life, youth, wealth, renown, all flowed away down the stream of time. Your only dream was to preserve forever your heart's pain. The harsh thunder of imperial power would fade into sleep. Like sunset's crimson splendor, that at least a single eternally heard sigh would say, to grieve the sky. Okay, then sixth question നോക്കൂ. What would float away with the passing of time? ഇപ്പോൾ തന്നെ നമുക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. എന്തായാലും നമുക്കത് എന്ത് ചെയ്യാം? അതൊരു സെൻറ്റൻസ് ആക്കി നമുക്ക് എഴുതാം. വാട്ട് വുഡ് ഫ്ലോട്ട് അവേ വിത്ത് ദ പാസിംഗ് ഓഫ് ടൈം? എന്താണ്?
Yes, life, youth, wealth, and renown would float away with the passage of time. Life, youth, wealth, and renown would float away with the passage of time. What was the only dream of ഷാജഹാൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വാസ് ദ ഓൺലി ഡ്രീം ഓഫ് ഷാജഹാൻ? ഷാജഹാൻ്റെ ഒരേ ഒരു സ്വപ്നം എന്തായിരുന്നു? യെസ്, നമുക്ക് ആൻസർ എഴുതാം. ദ ഓൺലി ഡ്രീം ഓഫ് ഷാജഹാൻ വാസ് ടു പ്രിസർവ് ദ മെമ്മറി ഓഫ് ഹിസ് ഡെഡ് വൈഫ്. The only dream of Shah Jahan was to preserve the memories of his dead wife. Okay, then 8th question. Identify the phrase in the poem that shows the authority of imperial power. ഫ്രേസ് എടുത്ത് എഴുതാനാണല്ലേ. സോ നമുക്ക് ഏതെഴുതാം? ഏത് വരിയാണത്? യെസ്, ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ. ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ. പോമിൽ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കില്ലേ? ഓക്കെ, ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ. ഓക്കെ, ഇതിന് നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. What according to the poet is similar about imperial power and sunset? What according to the poet is similar about imperial power and sunset? ആൻസർ എന്താണ് കൂട്ടുകാരെ? Yes, both are transient and will fade away after some time. Both are transient and will fade away after some time. Okay, then next question നോക്കാം. Cite an example of 4 auditory image from the given lines. Auditory image ആണല്ലേ. തന്നിട്ടുള്ള വരികളിൽ auditory ഇമേജിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? യെസ്, നമുക്ക് എഴുതാം. ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ. ആൻസർ, ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ. ഓക്കെ, ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. Okay, question 11 to 15. Read the passage given below. Answer the question that follow. താഴെ തന്നിട്ടുള്ള പാസേജ് വായിച്ച് തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പാസേജ് ഒന്ന് വായിച്ച് നോക്കാം. The scientific study of laughter is called gelatology. Doctors often recommend laughter to medicine. Your brain responds to the sound of laughter, which is when someone laughs, you laugh too. Studies have found that rats squeal, laugh and jump when fingers are moved over their body. It takes 42 facial muscles to frown but only 17 muscles to smile. Laughing boosts its immune system as it increases the number of antibodies that help fight diseases. A good laughter helps to decrease the stress levels. The sharing hearty laugh with someone can make a person feel relaxed. Egyptian kept servants who were leopard skin and strange masks as clowns to amuse the. Okay, then അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് മേക്സ് യു laugh when someone laughs? ഇതിൻ്റെ കാരണം നമുക്ക് പാസേജിൽ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണത്? Okay, your brain responds to the sound of laughter, which is why when someone laughs, you laugh too. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? Answer എഴുതാം. When someone laughs, the brain responds to the sound of laughter and this makes us laugh also. When someone laughs, the brain responds to the sound of laughter and this makes us laugh also. Okay? Okay, then നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. How does laughing boost the immune system? പാസേജ് വായിച്ച് നോക്കൂ. Laughing boosts the immune system as it increases the number of antibodies that help fight diseases. ആൻസർ കിട്ടിയില്ലേ കൂട്ടുകാർക്ക്? ഓക്കെ, നമുക്കത് എങ്ങനെ എഴുതാം? ഓക്കെ, നമുക്ക് എഴുതാം. Laughing boosts the immune system by increasing the number of antibodies to fight against diseases. Laughing boosts the immune system by increasing the number of antibodies to fight against diseases. Okay, then 13th question നോക്കാം. Why is said that smiling is easier than frowning? എന്താണ്? മുഖം ചുളിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് സ്മൈലിംഗ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പാസേജിൽ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ടല്ലേ, നോക്കൂ. It takes 42 facial muscles to frown but only 17 muscles to smile. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. It takes 42 facial muscles to frown but only 17 muscles to smile. So, smiling is easier than frowning. It takes 42 facial muscles to frown but only 17 muscles to smile. So, smiling is easier than frowning. Okay, then next question എന്താണെന്ന് നോക്കിയാലോ. What is gelatology? എന്താണ് gelatology? എന്താണ്? Yes, gelatology is the scientific study of laughter. Gelatology is the scientific study of laughter. നൽകിയിരിക്കുന്ന ഫസ്റ്റ് യെസ് അത് തന്നെ നൽകിയിട്ടില്ലേ? യെസ്, gelatology is the scientific study of laughter.
ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സജസ്റ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പാസേജ്. കൂട്ടുകാർക്ക് എന്താണ് ഈ പാസേജിന് അനുയോജ്യമായ ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ദ അഡ്വാൻറ്റേജസ് ഓഫ് ലോഫിംഗ് എന്ന് കൊടുക്കാമല്ലോ. കൂട്ടുകാർ എന്ത് ചെയ്യുക? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് മൈക്കിൾ ജാക്സൺ യൂസ് ദ ഹിൻസ് ഗിവൺ. എന്താണ് നൽകിയിട്ടുള്ള ഹിൻസ് ഉപയോഗിച്ച് മൈക്കിൾ ജാക്സന്റെ പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എളുപ്പമല്ലേ കൂട്ടുകാരെ? നെയിം നൽകിയിട്ടുണ്ട്. എന്താണ്? മൈക്കൽ ജോസഫ് ജാക്സൺ. ദെൻ ബോൺ 29 ഓഗസ്റ്റ് 1958. ദെൻ പ്ലേസ് ഓഫ് ബർത്ത് നൽകിയിട്ടുണ്ട്. ദെൻ പ്രൊഫഷൻ സിംഗർ, സോങ് റൈറ്റർ, ഡാൻസർ, റെക്കോർഡ് പ്രൊഡ്യൂസർ. ദെൻ അവാർഡ്സ് ഗ്രാമി അവാർഡ്, അമേരിക്കൻ മ്യൂസിക് അവാർഡ്. ദെൻ ഡാറ്റ് 25 ജൂൺ 2009. അപ്പോൾ എന്താണ് നൽകിയിട്ടുള്ള ഹിൻസ് എല്ലാം ഉപയോഗിച്ച് കൂട്ടുകാർ എന്ത് ചെയ്യുക? മൈക്കിൾ ജാക്സനെ കുറിച്ചുള്ള ഷോർട്ട് പ്രൊഫൈൽ തയ്യാറാക്കുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ 17 to 19 ആൻസർ എനി ടു. എന്താണ്? 17 മുതൽ 19 വരെ ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, നോക്കാം. പ്രിപ്പയർ എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ടൈൽ ഈസ് ബേസ്ഡ് ഓൺ റീഡിംഗ് ഓഫ് ദ സ്റ്റോറി ദ മിസ്റ്റീരിയസ് പിക്ചർ. ഹീൻസ് വാണ്ടറിങ്, കണ്ണിങ്, ലുക്സ് ലൈക്ക് സ്കൾട്ടർ, ടോഗറ്റീവ്. എന്താണ്? ടൈലിനെ കുറിച്ചുള്ള, അതായത് മിസ്റ്റീരിയസ് പിക്ചർ എന്ന സ്റ്റോറിയിലെ ടൈലിനെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എളുപ്പമല്ലേ കൂട്ടുകാരെ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോയ് ഇൻ ദ സ്റ്റോറി ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് ഹാപ്പൻ ടു മീറ്റ് ദ ഓൾഡ് പ്രീസ്റ്റ് ഇൻ ദ വില്ലേജ് ടെമ്പിൾ വൺസ് അഗെയിൻ. ഹി നറേറ്റ്സ് ദ his encounter with the goblin rat to the priest. Prepare the likely narrative. Okay, then അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The Velasco reached home safely at the shipwreck. He feels greatly relieved. Later they said to write a letter one of his friends describing the experience in the sea. Ralph the likely letter എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 20th ക്വസ്റ്റ്യൻ നോക്കാം. Imagine that you meet Tile while he returns from the palace of Archduke. The likely conversation between you and Tile is given below. Completed suitably. എന്താണ്? Imagine that you meet Tile when he returns from the palace of the Archduke. Palace of the Archduke. കുട്ടികൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് താഴെ നൽകിയിട്ടുണ്ട്. എന്താണ്? കോൺവെർസേഷനാണ്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. കോൺവെർസേഷൻ നമുക്ക് അവിടെ നൽകിയിട്ടുണ്ട്. എന്താണ്? വിട്ടുപോയത് നമ്മളോട് പൂരിപ്പിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എളുപ്പമല്ലേ? സോ നമുക്ക് ഫസ്റ്റ് നോക്കാം. യു ആർ ടൈ ദ കോഡ് പെയിൻറ്റർ. ദെൻ എന്താണ്? ഒരു ടാഗ് ക്വസ്റ്റ്യൻ അല്ലേ അവിടെ വരുന്നത്. എന്താണ്? യെസ് ആർ ഇൻ യു അല്ലേ. ടൈ റിപ്ലൈഡ് യെസ് ഐ ആം. ദെൻ യു. ദെൻ നെക്സ്റ്റ് ടൈലിൻ്റെ റിപ്ലൈ എന്താണെന്ന് നോക്കൂ. യെസ് ഐ ആം കമ്മിങ് ഫ്രം ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക്. അപ്പോൾ എന്തായിരിക്കും ക്വസ്റ്റ്യൻ? യെസ് ആർ യു കമ്മിങ് ഫ്രം ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക്. അപ്പോൾ യെസ് ഐ ആം കമ്മിങ് ഫ്രം ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് എന്ന് എപ്പോഴേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. സോ നമുക്ക് എന്ത് എഴുതാം? ആർ യു കമ്മിങ് ഫ്രം ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക്. ദെൻ ടൈൽ റിപ്ലൈഡ് യെസ് ഐ ആം കമ്മിങ് ഫ്രം ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ഇവിടെ എന്തൊരു ക്വസ്റ്റ്യൻ ആണല്ലേ, ക്വസ്റ്റ്യൻ മാർക്ക് നൽകിയിട്ടുണ്ട്. ദെൻ റിപ്ലൈ എന്താണ്? ഐ പെയിൻറ്റഡ് ദ പോർട്രേറ്റ്സ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക്, ദ ഡച്ചസ് ആൻഡ് അതർ കൺട്രീസ്. അപ്പോൾ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? യെസ്, വാട്ട് ഡിഡ് യു ഡു അറ്റ് ദ പാലസ്? വാട്ട് ഡിഡ് യു ഡു അറ്റ് ദ പാലസ്? ടൈൽ എന്താ റിപ്ലൈ പറഞ്ഞത്? യെസ് ഐ പെയിൻറ്റഡ് ദ പോർട്രേറ്റ്സ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക്, ദ ഡച്ചസ് ആൻഡ് അതർ കൺട്രീസ്. ദെൻ വിൽ യു പ്ലീസ് ടീച്ച് മീ ദ ആർട്ട് ഓഫ് പെയിൻറ്റിംഗ്? Then Tile replied, sure, if you come with me. Then എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? If you come with me, I will teach you how to paint. If you come with me, I will teach you how to paint. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Given below is an extract from the diary written by the young lady, the complaint of Duchess. But there are few errors in which are underlined. Edit them. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് വേർഡ്സ് എന്ത് നമ്മൾ ചെയ്യണം? എഡിറ്റ് ചെയ്യണമല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഐ റിയലി ഹാപ്പി ടുഡേ. ദ കോഡ് പെയിൻറ്റർ ഈസ് ഗോ ടു പെയിൻറ്റ് മൈ പോർട്രൈറ്റ്. ദ കോഡ് പെയിൻറ്റർ ഈസ് ഗോ ടു പെയിൻറ്റ് മൈ പോർട്രൈറ്റ്. ഹൗ നൈസ് ഇറ്റ് വിൽ ബി വെൻ ഐ സീ മൈസെൽഫ് സ്മൈലിംഗ് വിത്ത് എ പെർഫെക്റ്റ്ലി set of pearly teeth. He was a little afraid when I warned him. Anyway, I am eagerly waiting to see my portrait on the wall. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് വേർഡ് ഏതാണ്? യെസ്, ഗോ. ഇവിടെ എന്തായിരിക്കും വരിക? യെസ് എന്താണ്? യെസ്, ഗോയിങ്. ദെൻ സെക്കൻഡ് വേർഡ് ഏതാണ്? പെർഫെക്റ്റ്ലി. എന്തായിരിക്കും? യെസ്, പെർഫെക്റ്റ്. ദെൻ നെക്സ്റ്റ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് യെസ്, അഫ്രൈഡ് ആണല്ലേ. അവിടെ എന്തായിരിക്കും വരിക? അവിടെ എന്തെറാണ് സംഭവിച്ചിരിക്കുന്നത്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലേ. നമുക്ക് എഴുതാം AFRAID.
Afraid. AFRAID. Okay, then next question നോക്കിയാലോ. Look at the following word pyramid. Flowers, the beautiful flowers in the garden. Now construct a similar word pyramid using the word students. First എന്ത് എഴുതാം ഇതുപോലെ? Yes, students, the smart students, then the smart students in the class. ഓക്കെ കൂട്ടുകാരെ, ഇതുപോലെ കൂട്ടുകാരും പിരമിഡ് തയ്യാറാക്കിയില്ലേ? ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൂട്ടുകാർക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.